മാതർമേ മധുകൈടഭഗ്നി മഹിഷപ്രാണാപഹാരോദ്യമേ ഹേരാ നിർമ്മിത ധൂമ്രലോചനവസേ ഹേ ചണ്ഡമുണ്ടാർദിനി നിശേഷീകൃത രക്തബീജധനുജേ നിത്യേ നിശുംഭാപഹേ ശുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. ദേവീമാഹാത്മ്യം തുടരുകയാണ്. ബ്രഹ്മാവ് തൻ്റെ നേരെ വരുന്നതായിട്ടുള്ള ശുംഭനിശുംഭന്മാരെ അല്ല മധുകൈടഭന്മാരായിട്ടുള്ള അസുരന്മാരെ കണ്ടിട്ട് മഹാവിഷ്ണുവിനെ നോക്കി ഇവിടുന്ന് രക്ഷ കിട്ടും എന്ന് വിചാരിച്ച, പക്ഷേ മഹാവിഷ്ണു ഗാഠനിദ്രയിലാണ്. ആ യോഗനിദ്രയിലിരിക്കേണ്ടതായിട്ടുള്ള മഹാവിഷ്ണുവിനെയും കണ്ടു. അപ്പോൾ ആ മഹാവിഷ്ണുവിനെ ഉണർത്താതെ കണ്ട് തനിക്ക് രക്ഷയില്ല എന്ന് മനസ്സിലായിട്ട് ആ മഹാവിഷ്ണുവിൻ്റെ കണ്ണുകളെ അടച്ചിരിക്കണതായിട്ടുള്ള ആ മഹാമായ യോഗനിദ്രയെ സ്തുതിക്കുകയാണ് മഹാവിഷ്ണുവിനെ ഉണർത്താൻ വേണ്ടിയിട്ട്. അത് തുടരുകയാണ്, ആ സ്തുതി തുടരുന്നു. ത്വം ശ്രീസ്ത്വമീശ്വരീ ത്വം ഹ്രീസ്ത്വം ബുദ്ധിർബോധലക്ഷണ ലജ്ജാ പുഷ്ടിസ്തഥാ തുഷ്ടിസ്ത്വം ശാന്തി ശാന്തിരേവ ച. ത്വം ശ്രീഹി, അങ്ങ് ഐശ്വര്യവതിയാണ്, ഐശ്വര്യം തന്നെയാണ്. ആരുടെ ഐശ്വര്യമാണ്? ഐശ്വര്യമുള്ളവരുടെയൊക്കെ ഐശ്വര്യം ദേവി തന്നെയാണ് എന്നുള്ളതാണ്. ത്വം ശ്രീഹി, ത്വം ഈശ്വരീ, അങ്ങ് എല്ലാവരുടെയും ഈശ്വരിയാണ്, എല്ലാവരെയും തൻ്റെ അധീനത്തിൽ ആക്കിയിട്ടുള്ളവരാണ്, എല്ലാവരും ദേവിയുടെ അധീനത്തിലാണ് എന്ന് കാര്യം. ഈശ്വരിയായിട്ടുള്ള എല്ലാവരുടെയും ഈശ്വരി ആണ് ദേവി. ഈശ്വരി വെച്ചാൽ ഈശത്വം ഉള്ളവർ എന്നർത്ഥം. എല്ലാവരുടെയും മേൽ അധീശത്വം ഉള്ളത് എന്നർത്ഥം. ഈശ്വരി ത്വം ഹ്രീഹി, അങ്ങ് തന്നെയാണ്. ഹ്രീഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലജ്ജ എന്ന് പറയാം. ആ ലജ്ജ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്ഷമാശീലവും ആധിക്യം ഇല്ലാത്തതായിട്ടുള്ള ഒരു സമ്പ്രദായത്തിനാണ് അവിടെ ഹ്രീ എന്ന് പറയുന്നത്. ലജ്ജ എന്ന് വെച്ചാൽ അധികമായിട്ടുള്ള അഹങ്കാരാദികളൊന്നും ഇല്ലാത്തതായിട്ടുള്ള ഒരു അവസ്ഥ, അതാണ് ഹ്രീ എന്ന് പറയുന്നത്. ത്വം ഹ്രീഹി ത്വം ബുദ്ധിർ ബോധലക്ഷണ, ത്വം ബുദ്ധി, അങ്ങ് തന്നെയാണ് ബുദ്ധി, ബോധലക്ഷണ, എല്ലാറ്റിനെയും ബോധിപ്പിക്കുന്നതായിട്ടുള്ള സ്വരൂപത്തോടു കൂടിയ ബുദ്ധി എന്ന് പറയുന്നത് അതും ഭഗവതി തന്നെ. എല്ലാം അറിയാനുള്ളതായിട്ടുള്ള ശക്തി എന്ന് പറയുന്നതായിട്ടുള്ള ബുദ്ധി, ശുദ്ധിക്ക് തന്നെയാണ് ഈ എല്ലാം അറിയാനുള്ളതായിട്ടുള്ള അവസ്ഥയാണ് ബുദ്ധി എന്നുള്ളത്. അപ്രകാരമുള്ളതായിട്ടുള്ള ബുദ്ധിയായി സർവരിലും വർത്തിക്കുന്നതും ഭഗവതി തന്നെ, ദേവി തന്നെ. ത്വം ബുദ്ധി ബോധലക്ഷണ ലജ്ജ, ലജ്ജ എന്നുള്ളതായിട്ടുള്ള വികാരം അതും ഭഗവതി തന്നെയാണ്. എല്ലാവരിലും കുടികൊള്ളുന്നതായിട്ടുള്ള ലജ്ജ എന്നുള്ളത് ഭഗവതി തന്നെയാണ്, ദേവി തന്നെയാണ്. ലജ്ജ പുഷ്ടി തഥാ തുഷ്ടി, പുഷ്ടി എല്ലാവരുടെയും പോഷണം, ആ സമൃദ്ധി എന്നുള്ളത് വളർച്ച എന്നൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആ സ്ഥിതി വിശേഷം അതും ഭഗവതി തന്നെയാണ്, ദേവി തന്നെയാണ്. ത്വം പുഷ്ടി ത്വം തുഷ്ടി, സന്തോഷം എല്ലാവർക്കും ഉള്ളതായിട്ടുള്ള സന്തോഷം അതും ദേവി തന്നെ, സന്തോഷാത്മികയായിട്ടുള്ളതും ദേവിയാണ്. ത്വം ശാന്തി, ശാന്തി എന്നുള്ളത് എല്ലാവർക്കും ഉള്ളതായിട്ടുള്ള ശമം എന്നുള്ള ഗുണം അതും ഭഗവതി തന്നെയാണ്, ദേവി തന്നെയാണ്. ത്വം ശാന്തി, ക്ഷാന്തി ക്ഷാന്തി എന്ന് വെച്ചാൽ ക്ഷമ എന്ന് പറയാൻ പോരാ. അതായത് എത്ര കോപപ്രദമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടായാലും ഏതവസരത്തിലും മനസ്സ് വിടാതെ കണ്ട് ക്ഷോഭം ഉണ്ടാവാതെ കണ്ടിരിക്കുന്നതായിട്ടുള്ള അവസ്ഥ, അതിനെയാണ് ക്ഷാന്തി എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്ഷാന്തിയും ഭഗവതി തന്നെ, ദേവി തന്നെ ക്ഷാന്തിയും. ത്വം ശാന്തി ക്ഷാന്തിരേവ ച, ശാന്തിയും അങ്ങ് തന്നെയാണ്. അങ്ങ് തന്നെയാണ് ശ്രീ, അങ്ങ് തന്നെയാണ് ഈശ്വരി, അങ്ങ് തന്നെയാണ് ബുദ്ധി, അങ്ങ് തന്നെയാണ് ലജ്ജ, പുഷ്ടി തഥാ തുഷ്ടി, തുഷ്ടി പുഷ്ടി എല്ലാം അവിടെ നിന്നാണ്. ത്വം ശാന്തി, അവിടുന്ന് തന്നെയാണ് ശാന്തി, ശാന്തിയും അവിടുന്ന് തന്നെ. ഖഡ്ഗിനി ശൂലിനി ഘോര ഗദിനി ചക്രിണി തഥാ ശംഖിനി ചാപിനി ബാണശുണ്ഡി പരിഘായുധ. നീ ഖഡ്ഗിനി, ഖഡ്ഗം ധരിച്ചിരിക്കുന്നവൾ, ഖഡ്ഗത്തെ, ഖഡ്ഗം വെച്ചാൽ വാള്,
വാള് കയ്യിൽ അണിയുന്നതായിട്ടുള്ള ദേവിയും ഭഗവതി തന്നെയാണ്. ത്വം ഖഡ്ഗിനി ശൂലിനി, ശൂലം ധരിച്ചിരിക്കുന്നതും ദേവി തന്നെ. ത്വം അപ്പോൾ അവിടെ രൂപങ്ങളെ വർണ്ണിക്കുക, ദേവിയുടെ ഓരോ ആയുധവിശേഷങ്ങളെ വർണ്ണിക്കണു. ത്വം ഖഡ്ഗിനി, ത്വം ശൂലിനി, ശൂലത്തെ ധരിച്ചിരിക്കുന്നവളും ദേവി തന്നെ. ഘോരരൂപിണിയായിട്ട്, അതായത് അപ്പോൾ ശാന്തി എന്നുള്ളതായിട്ടുള്ള സ്വഭാവ വിശേഷങ്ങളെയൊക്കെ പറഞ്ഞു. ബുദ്ധി, ശാന്തി, ശ്രീ, ഈശ്വരി എന്നൊക്കെ പറഞ്ഞു. ഇപ്പം ഇവിടെ ഇനി ആ ഘോരമായിട്ടുള്ള ഒരു രൂപം അതും ഭഗവതിക്കുണ്ട് എന്നുള്ളതാണ് പറയണത്. നശിപ്പിക്കേണ്ടവരെ നശിപ്പിക്കാനുള്ളതായിട്ടുള്ള ആ രൂപവും ഭഗവതിക്കുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയണത്. ഖഡ്ഗിനി, ഖഡ്ഗം, ശൂലം, ഘോരമായിട്ടുള്ള ആകാരം. ഗദിനി, ഗദ ധരിച്ചിരിക്കുന്നവൾ. ചക്രിണി, ചക്രത്തെ ധരിച്ചിരിക്കുന്നവൾ. തഥാ ശംഖിനി, ചാപിനി, ശംഖം, ചാപം, ചാപിനി ചാപത്തോടു കൂടിയവൾ. ശംഖിനി, ശംഖത്തോടു കൂടിയവൾ. ബാണഭുചുണ്ടി പരിഹായുധ, ബാണം ഭുചുണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേക അസ്ത്രവിശേഷം തന്നെയാണ് ഭുചുണ്ടി എന്ന് പറയുന്നത്. പരിഹ ഉള്ളതായിട്ടുള്ള മാർച്ചട്ട, പരിഹായുധ, ഇതൊക്കെ ധരിച്ചിരിക്കുന്നവൾ. ഖഡ്ഗിനി, ഖഡ്ഗം, ശൂലം, ഘോരയായിട്ടുള്ള രൂപം, ഗദ, ചക്രം, തഥാ ശംഖ, ചാപം, ബാണം, ഭുചുണ്ടി, പരിഹ, ഇതെല്ലാം ധരിച്ചിരിക്കുന്നതായിട്ടുള്ള ആ ദേവിയാണ് ഭഗവതി. സൗമ്യതരാ ശേഷ സൗമ്യേഭ്യോപ്യതിസുന്ദരീ പരാപരാണം പരമാ ത്വമേവ പരമേശ്വരീ. സൗമ്യയായിട്ടുള്ളതും ദേവി. സൗമ്യതരയായിട്ടുള്ളതും. സൗമ്യ എന്ന് പറഞ്ഞപ്പോൾ പോരാ തോന്നി. സൗമ്യതര, അത്യധികം സൗമ്യത ഉള്ളവൾ എന്ന് പറഞ്ഞു. ഇനി അശേഷ സൗമ്യേഭ്യ അപി അതിസുന്ദരി. അശേഷ സൗമ്യേഭ്യ, നല്ലപോലെ സൗമ്യരായിട്ടുള്ളവരെക്കാൾ അതിസുന്ദരി. എല്ലാവരെക്കാട്ടിലും സൗന്ദര്യമുണ്ട്. എന്തുകൊണ്ട്? എല്ലാവരേക്കാൾ സൗമ്യതയും ഉണ്ട് എന്നുള്ളതാണ്. അശേഷ സൗമ്യേഭ്യ അപി, അശേഷ സൗമ്യന്മാരായിട്ടുള്ളവരിൽ കൂടി അവരെക്കാൾ അതിസുന്ദരിയായിട്ടുള്ളവർ. പരാപരാണാം പരമാ, പരങ്ങളും അപരങ്ങളുമായിട്ടുള്ള സർവ്വതിനേക്കാൾ പരമയായിട്ടുള്ളത്. അതായത് ഏറ്റവും ശ്രേഷ്ഠങ്ങളും ഏറ്റവും ശ്രേഷ്ഠമല്ലാത്തതുമായിട്ടുള്ള സർവ്വതിനേക്കാൾ ശ്രേഷ്ഠയായിട്ടുള്ളവൾ എന്ന്, സർവശ്രേഷ്ഠയാണ് എന്നർത്ഥം. പരാപരാണാം പരമാ ത്വമേവ പരമേശ്വരി, അവിടുന്ന് തന്നെയാണ് പരമയായിട്ടുള്ള ഏറ്റവും വലിയതായിട്ടുള്ള ഈശ്വരിയും അങ്ങ് തന്നെ. ത്വമേവ പരമേശ്വരി. യദ്യൽ കിഞ്ചിത് ക്വചിത് വസ്തു സദസത്വാഖിലാത്മികേ തസ്യ സർവസ്യ യാ ശക്തി സാത്വം കിം സ്തൂയസേ മയാ. യദ്യൽ കിഞ്ചിത് ക്വചിത് വസ്തു, എന്തെങ്കിലും, കുറച്ചാണെങ്കിലും അല്പമായിട്ടുള്ളതാണെങ്കിലും വലുതായിട്ടുള്ളതാണെങ്കിലും എന്തായാലും എന്തെങ്കിലും വസ്തു, ക്വചിത് വസ്തു എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു വസ്തു ചെറുതാണെന്നുണ്ടെങ്കിലും, കിഞ്ചിത് ക്വചിത് വസ്തു എവിടെയെങ്കിലും അങ്ങനെ ചെറുതായിട്ടുള്ളതാണെങ്കിലും ഒരു വസ്തു ഉണ്ടെങ്കിൽ, സദസത് വാ അഖിലാത്മികേ സർവത്തിൻ്റെയും ആത്മാവായിട്ടുള്ള അല്ലയോ ദേവി. സദസത് വാ, സത്തായിട്ടോ അസത്തായിട്ടോ, അതായത് ഉണ്മ എന്നുള്ളതായിട്ടോ ഇല്ലാത്തതായിട്ടോ എന്തെങ്കിലും വസ്തു ചെറുതായിട്ടാണെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം അഖിലാത്മികേ, അഖില സ്വരൂപിണിയായിട്ടുള്ള അല്ലയോ ദേവി. തസ്യ സർവസ്യ യാ ശക്തി, അതിനെല്ലാറ്റിനും എന്തൊരു ശക്തിയാണോ ഉള്ളത്, എത്ര നിസ്സാരമായിട്ടുള്ള സാധനമാണെങ്കിലും എത്ര വലിയതായിട്ടുള്ള വസ്തുവാണെങ്കിലും അതിനുള്ളതായിട്ടുള്ള ആ ശക്തി, ഓരോ ശക്തി ഓരോന്നിനും ഉണ്ടാവുമല്ലോ, ആ ശക്തിയെല്ലാം തസ്യ സർവസ്യ യാ ശക്തി, അതിൻ്റെ എല്ലാറ്റിനും അങ്ങനെയുള്ളതായിട്ടുള്ള സർവ്വ വസ്തുക്കൾക്കും ഉള്ളതായിട്ടുള്ള ശക്തി സാത്വം ഭഗവതി തന്നെയാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവതിയെ കിം സ്തൂയസേ മയാ, ഞാൻ എങ്ങനെയാണ് സ്തുതിക്കുക എന്നാണ്. എല്ലാറ്റിൻ്റെയും ശക്തി, എന്തെങ്കിലും ശക്തി ഉണ്ടെങ്കിൽ അതൊക്കെ ഭഗവതി തന്നെയാണ്. അപ്രകാരമുള്ളതായിട്ടുള്ള ഭഗവതിയെ ഞാൻ എങ്ങനെ
കിം സ്തൂയസേ മയാ, എങ്ങനെയാണ് ഞാൻ ആ ഭഗവതിയെ സ്തുതിക്കുന്നത് എന്നാണ്. യയാ ത്വയാ ജഗത് സ്രഷ്ട ജഗത് പാപ അത്തിയോ ജഗത് സോപി നിദ്രാവശം നീതഃ കസ്ത്വം സ്തോതുമിഹ ഇഹ ഈശ്വരഃ. യയാ ത്വയാ, യാതൊരു ഭഗവതിയാലാണല്ലോ, അങ്ങയാലാണോ, ജഗത് സ്രഷ്ട, ജഗത്തിൻ്റെ സ്രഷ്ടാവായിട്ടുള്ള ബ്രഹ്മാവ്, ഞാൻ ബ്രഹ്മാവാണല്ലോ ജഗത്തിൻ്റെ സൃഷ്ടാവ് എന്ന് പറയണത്. അപ്പം അങ്ങനെ ആ ജഗത് സൃഷ്ടാവായിട്ടുള്ള ഞാനും, അതായത് ബ്രഹ്മാവും, ജഗത് പാത, ജഗത്തിനെ രക്ഷിക്കുന്നതായിട്ടുള്ള വിഷ്ണു, ജഗത് പാത, ജഗത് പാതാവായിട്ടുള്ള വിഷ്ണു, അത്തി യഹ, ആരാണോ പ്രപഞ്ചത്തെ വിലയം അത്തിപുച്ച ഭക്ഷിക്കുന്നു എന്നുള്ളതാണ്. അതായത് പ്രളയത്തിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഭക്ഷിക്കുന്നത് യാതൊരു ശക്തിയാണോ, അത് ശിവൻ. ഹേതുവായിട്ടുള്ളത്, അതായത് നാശത്തിന്, പ്രളയത്തിന് ഹേതുവായിട്ടുള്ളത് ശിവനാണ്. എന്താ സംഹാരം ശിവന്റെ ജോലിയാണല്ലോ. അപ്പോൾ ആ ശിവൻ, ഇത് മൂന്നും ചേർന്നതാണ് ഈ നേരത്തെ പറഞ്ഞതായിട്ടുള്ള പരമാത്മാവ്, ശയിക്കുന്നതായിട്ടുള്ള പരമാത്മാവ്, അനന്തശയനത്തിൽ വൈകുണ്ഠത്തിൽ ശയിക്കുന്നതായിട്ടുള്ള ആ പ്രളയജലത്തിൽ നിന്നാണല്ലോ ഇവിടെ പറഞ്ഞത്. പ്രളയജലത്തിൽ ശേഷനാകുന്ന കിടക്കയിൽ ശയിക്കുന്നതായിട്ടുള്ള ആ ഭഗവാൻ ഈ മൂന്നിൻ്റെയും സ്വരൂപമാണ് എന്നുള്ള സൃഷ്ടി, സ്ഥിതി, സംഹാരം. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, ഈ മൂന്ന് രൂപവും ആ പരമാത്മാവിൻ്റെ തന്നെ രൂപമാണ്. അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ ശക്തിയെ കൂടി, പരമാത്മാവിനെ കൂടി നിദ്രാവശനാക്കിയിട്ടുള്ളത് ആരാണ്? ദേവിയാണ് എന്നുള്ളതാണ്. സോപി നിദ്രാവശം നീതഃ, ആ ഭഗവാൻ കൂടി സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവയെല്ലാം നിർവഹിക്കുന്നതായിട്ടുള്ള ആ പരമാത്മാവ് കൂടി, അതായത് ബ്രഹ്മാവിഷ്ണു ശിവന്മാരുടെ സ്വരൂപമായിട്ടുള്ള ആ ആത്മാവ് കൂടി, പരമാത്മാവ് കൂടി അങ്ങയാൽ നിദ്രാവശം നീത, നിദ്രയ്ക്ക് വശങ്കതനായി തീർന്നിരിക്കുന്നു. അദ്ദേഹത്തിനെ കൂടി നിദ്രയ്ക്ക് അധീനനാക്കാൻ, നിദ്ര കൊണ്ട് ഭഗവതി തന്നെയാണ് ആ വിഷ്ണുവിനെ നിദ്രയ്ക്ക് അധീനനാക്കിയിട്ടുള്ളത് എന്നാണ്. അപ്പോൾ ഭഗവതിക്ക് തന്നെ ആ നിദ്രയെ ഉണർത്താനായിട്ട്, നിദ്രയിൽ നിന്നും ഉണർത്താനായിട്ട് കഴിവുള്ളൂ. അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഭഗവാൻ പോലും ഭഗവതിയാൽ നിദ്രയ്ക്ക് അധീനനാക്കപ്പെട്ടു. പിന്നെ കസ്ത്വം സ്തോതും ഇഹ ഈശ്വര, അപ്രകാരമുള്ളതായ അങ്ങയെ സ്തുതിക്കുവാൻ, ത്വാം സ്തോതും, അങ്ങയെ സ്തുതിക്കുവാൻ, കഹ ഈശഃ, ആർക്കാണ് കഴിവുള്ളത്? അതായത് അങ്ങയെ സ്തുതിക്കാനൊന്നും എനിക്ക് കഴിവില്ല, എന്നാലും ഞാൻ ഇങ്ങനെ ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ എന്നുള്ളതാണ്. അത്രത്തോളം ദിവ്യയായിട്ടുള്ള ഭഗവതിയെ സ്തുതിക്കാൻ എനിക്ക് കഴിവില്ല. കസ്ത്വാം കഹ, ആർക്കാണ് ത്വാം സ്തോതും, അങ്ങയെ സ്തുതിക്കുവാൻ കഴിയുക? എനിക്കുമില്ല ശക്തി എന്ന് പറയുകയാണ്. ശ്രീ ശിവ ശിവശക്തി ഐക്യരൂപിണി ലളിതാംബിക, ശ്രീ ശിവ ശിവശക്തി ഐക്യരൂപിണി ലളിതാംബിക, ശ്രീ ശിവ ശിവശക്തി ഐക്യരൂപിണി ലളിതാംബിക. ശ്രീ ലളിതാംബികായൈ നമഃ.